നിർണായക ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഏറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വിമർശനങ്ങൾ പുകയുകയാണ്. പ്രധാനമായും ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തീരുമാനങ്ങളും ടീം മാനേജ്മെന്റിലെ അസ്വാരസ്യങ്ങളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. മുൻ പാകിസ്ഥാൻ താരം അഹമ്മദ് ഷഹ്സാദ് ഗംഭീറിനെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾ ഈ ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുന്നു. സ്പോർട്സും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ് ഗംഭീറിന് നഷ്ടമായെന്നാണ് ഷഹ്സാദിന്റെ പ്രധാന വാദം. 2019 മുതൽ 2024 വരെ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള BJP MP ആയിരുന്ന ഗൗതം ഗംഭീർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ശൈലികൾ ക്രിക്കറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കടത്തിവിടുന്നുവെന്നാണ് അഹമ്മദ് ഷഹ്സാദ് ആരോപിക്കുന്നത്. ഒരു TV പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഏതൊരു മേഖലയിലായാലും അവിടെ പൂർണ്ണമായ ശ്രദ്ധയും ആത്മാർത്ഥതയും ആവശ്യമാണ്. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടെ ഗംഭീറിന്റെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം വലിയ വിജയമായിരുന്നില്ലായിരിക്കാം, എന്നാൽ അതേ രാഷ്ട്രീയ തന്ത്രങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ടീമിനുള്ളിലും പയറ്റുന്നുവെന്ന് ഷഹ്സാദ് പറയുകയുണ്ടായി. ടീമിനുള്ളിലെ ഐക്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പിസവും അധികാര പ്രയോഗവും ഗംഭീർ കൊണ്ടുവരുന്നുവെന്നും ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലേൽപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളിക്കളത്തിലെ പ്രകടനത്തെക്കാൾ ഉപരിയായി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഈഗോയ്ക്കും ടീം സെലക്ഷനിൽ പ്രാധാന്യം ലഭിക്കുന്നുവെന്ന ഗൗരവകരമായ നിരീക്ഷണമാണ് ഇവിടെ ഉയരുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ വരുത്തിയ മാറ്റങ്ങളാണ് ആരാധകരെയും ക്രിക്കറ്റ് നിരീക്ഷകരെയും ഒരുപോലെ പ്രകോപിപ്പിച്ചത്. ലോകകപ്പിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളായ കുൽദീപ് യാദവിനെ വെറും ഒരു മത്സരത്തിൽ മാത്രം കളിപ്പിച്ച് പുറത്തിരുത്തിയത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുമുണ്ട്. കുൽദീപിന്റെ പുറത്തിരിക്കലിന് പിന്നിൽ ക്രിക്കറ്റ് പരമായ കാരണങ്ങളല്ല, മറിച്ച് ടീമിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന് ഷഹ്സാദ് വിശ്വസിക്കുന്നുമുണ്ട്. പാകിസ്ഥാനെതിരായ വിജയത്തിന് ശേഷം മൈതാനത്ത് വെച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കുൽദീപിനെ തള്ളിമാറ്റുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇരുവരും പിന്നീട് തർക്കങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയെങ്കിലും കുൽദീപിനെ തുടർച്ചയായി ബെഞ്ചിലിരുത്തുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമാണോ എന്ന് ഷഹ്സാദ് പ്രകടിപ്പിക്കുകയുമുണ്ടായി. ഒരു മാച്ച് വിന്നറെ ഇത്തരമൊരു നിർണായക ടൂർണമെന്റിൽ മാറ്റി നിർത്തണമെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ മറ്റു കാരണങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി. സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ പ്രതിരോധിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം അക്സർ പട്ടേൽ ആയിരുന്നിട്ടും അദ്ദേഹത്തിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ ഉൾപ്പെടുത്തിയ ഗംഭീറിന്റെ തീരുമാനത്തെ ഇന്ത്യൻ സ്പിന്നർ അശ്വിൻ പോലും പരസ്യമായി വിമർശിച്ചിരുന്നു. ഫോമിലുള്ള കളിക്കാരെ മാറ്റുന്നത് ടീമിന്റെ താളം തെറ്റിക്കുമെന്ന പാഠം ഗംഭീർ മറന്നുപോയതായാണ് ആരാധകർ പറയുന്നത്. വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാൻ അറിയാത്ത ഒരു കോച്ചാണ് ഗംഭീർ എന്ന് ഷഹ്സാദ് ആവർത്തിച്ചു. സൂപ്പർ 8 ഘട്ടത്തിലെ ഈ തോൽവി ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകളെ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഗംഭീർ പരിശീലകനായി ചുമതലയേറ്റ ശേഷം ഉഭയകക്ഷി പരമ്പരകളിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ICC ടൂർണമെന്റുകളിലെ സമ്മർദ്ദഘട്ടങ്ങളിൽ പതറുന്നത് പതിവാകുന്നുണ്ട്. സൂര്യകുമാർ യാദവ് എന്ന പുതിയ നായകനും ഗൗതം ഗംഭീർ എന്ന പരിശീലകനും തമ്മിലുള്ള കെമിസ്ട്രി ടീമിന് ഗുണകരമാകുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്ത്യയുടെ അടുത്ത പോരാട്ടം വ്യാഴാഴ്ച സിംബാബ്വെക്കെതിരെയാണ്. ഈ മത്സരത്തിൽ വലിയ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി പ്രതീക്ഷകൾ സജീവമാക്കാൻ സാധിക്കൂ. ടീമിലെ ആഭ്യന്തര തർക്കങ്ങളും പരിഹരിക്കാനും ഏറ്റവും മികച്ച 11നെ കളത്തിലിറക്കാനും ഗംഭീർ തയ്യാറാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിൽ ടീമിനുള്ളിലെ ഐക്യമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. എന്നാൽ അഹമ്മദ് ഷഹ്സാദ് ഉയർത്തുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ സാഹചര്യം അത്ര ശുഭകരമല്ല. ഗംഭീറിന്റെ രാഷ്ട്രീയ ശൈലി ടീമിനെ തകർക്കുമോ അതോ അടുത്ത മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി അദ്ദേഹം വിമർശകരുടെ വായടപ്പിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.